40 ദിവസത്തെ കഠിനമായ പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും വിരാമം. വോട്ടെടുപ്പ് ദിവസം കൂടിയായ ഇന്നലെ രാവിലെ ഡോക്ടർ ശശി തരൂർ പ്രഭാത ഭക്ഷണത്തിന് ശേഷം അമ്മയുടെ അനുഗ്രഹം വാങ്ങി. തരൂർ തന്റെ വീട്ടിൽ സന്നിഹിതരായിരുന്ന മാധ്യമങ്ങളോട് കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് തന്റെ വോട്ട് രേഖപ്പെടുത്താനായി തിരിച്ചത്. അമ്മ ലില്ലി തരൂർ മുന്നേ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും അവിടെ തരൂരിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജനങ്ങളിൽ ഒരാളായി ജനങ്ങളോടൊപ്പം അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങുകയും സ്കൂളിന് വെളിയിൽ തന്നെ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണുകയും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ശേഷം മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. നേമം, നെയ്യാറ്റിൻകര, പാറശാല, കോവളം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. നെയ്യാറ്റിൻകര എത്തിയപ്പോഴേക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ജയകൃഷ്ണ ഹോട്ടലിൽ നിന്നും തന്റെ പതിവ് ചായ കുടിക്കാൻ അദ്ദേഹം മറന്നില്ല. ഹോട്ടലുടമ തന്റെ ഭർത്താവിന്റെ ഓർമ്മകളിൽ മുഴുകി കുറച്ച് ഓർമ്മകൾ പങ്കുവെച്ച് വിതുമ്പുകയുണ്ടായി. തരൂരിനെ അവർ ഹോട്ടലിലേക്ക് സ്വീകരിക്കുകയും രാവിലെ തന്നെ താൻ വോട്ട് രേഖപ്പെടുത്തിയെന്ന് അഭിമാനപൂർവ്വം അവർ തരൂരിനോട് പറയുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിൽ നിന്നും വെള്ളറട വഴി പാറശാലയിലേക്കും അവിടെ നിന്നും കാഞ്ഞിരംകുളത്ത് എത്തിച്ചേരുകയും ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം നഗരത്തിലെ മറ്റുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുകയുണ്ടായി. ശശി തരൂർ ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിക്കുകയും സഹപ്രവർത്തകരുമായി തെരഞ്ഞെടുപ്പിന്റെ പുരോഗതികൾ വിലയിരുത്തുകയും ചെയ്തു. തന്നെ കാണാൻ വരുന്ന വിവിധ മാധ്യമങ്ങൾക്ക് അദ്ദേഹം അഭിമുഖം നൽകുകയും ചെയ്തു. ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തുകയും തെരഞ്ഞെടുപ്പ് ഏകോപിപ്പിച്ച നേതാക്കളുമായി പോളിംഗ് ദിവസത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു.